കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയ മലയോര ജനതയ്ക്ക് ആശ്വാസം. കോന്നിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെയും കോന്നി MLA KU ജനീഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം നടന്നിരുന്നു. തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കിയത്. ജനവാസ മേഖലയിലെത്തി കാട്ടാനക്കൂട്ടം നാശം വിതയ്ക്കുന്നത് പതിവായതോടെ ജനരോക്ഷം ശക്തമായിരുന്നു. തുടർന്നാണ് ആനകളെ കാട്ടിലേക്ക് തുരത്താൻ തീരുമാനിച്ചത്. ഇതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആക്ഷൻ പ്ലാനും തയ്യാറാക്കി. ആദ്യഘട്ടത്തിൽ വന്യമൃഗശല്യം രൂക്ഷമായ കുളത്തുമണ്ണിലാണ് നടപടി. ഓരോ പ്രദേശത്തെ പ്രത്യേക കേസുകളായി എടുത്തുകൊണ്ട് അവയെല്ലാം ഉൾവനത്തിലേക്ക് തുരത്തുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന കുളത്തുമണ്ണിലുള്ള 3 ആനകളാണ്. 4 ആനയായിരുന്നു, അതിൽ ഒരെണ്ണം ഡെത്തായി, ബാക്കി 3 ആനകളാണ്. ആ 3 ആനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ എല്ലാ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്നുകൊണ്ട് ഫോറസ്റ്റും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു. ആനകളെ ഉൾക്കാട്ടിലെത്തിച്ചതിനു ശേഷം പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് ശക്തമാക്കും. കോന്നി കല്ലേലിയിൽ ഇറങ്ങിയ ഒറ്റയാനയും കാട്ടിലേക്ക് തുരത്തും. പ്രധാനപ്പെട്ട ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഒറ്റയാനാണ്. അത് കോന്നി കല്ലേലി റോഡിലാണ്. അത് യാത്രക്കാരെ അടക്കം ഉപദ്രവിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതിനെ അവിടുന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുകയല്ലാതെ മറ്റ് മാർഗമില്ല. അപ്പോൾ അതിനാവശ്യമായ നടപടിക്രമങ്ങൾ വനം വകുപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിന് ആവശ്യമായ മറ്റു നടപടികളും ഊർജിതമാക്കിയിട്ടുണ്ട്. കാട്ടാനകളെ കാടുകയറ്റാനുള്ള MLA ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഫലവത്താകുമെന്ന പ്രതീക്ഷയിലാണ് മലയോര ജനത. അമൃത ന്യൂസ്, പത്തനംതിട്ട.